വെൽക്കം ഡിയേഴ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുരമുള്ളൊരു വിഭവമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഉച്ചയൂണൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എല്ലാ സദ്യയിലും ഈ ഐറ്റം ഉണ്ടാവും. ഇത് റവ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കായാലും നമുക്ക് സ്വീറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചെറിയ ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് പാല്, 3 സ്പൂൺ നെയ്യ്, പിന്നെ ഒരു 3/4 ബൗള് പഞ്ചസാര, പിന്നെ കളറിന് വേണ്ടിയിട്ട് ഇത്തിരി കുങ്കുമപ്പൂവ്, 2 ഏലക്കായ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിൽ കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം, റെഡോ അങ്ങനെയൊക്കെ. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഫുഡ് കളർ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക നല്ലത്. പിന്നെ കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മഞ്ഞൾപ്പൊടി, മഞ്ഞൾ വെള്ളമല്ലേ, അത് കലക്കി ഒഴിച്ചാലും മഞ്ഞ കളർ കിട്ടും. പിന്നെ നമ്മൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഉപയോഗിക്കാം. എന്തായാലും വറുക്കാത്തതായാലും നമ്മളിതൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മുടെ റവ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ റവ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ മെൽട്ടായി വന്നപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഗ്ലാസ്സാണ് റവ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ മതി ഇതൊന്ന് റോസ്റ്റ് ആവാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാല് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പാലിൽ ഈ റവ കിടന്ന് വെവണം. അപ്പോൾ നമ്മൾ റവയുടെ ക്വാണ്ടിറ്റിനനുസരിച്ചിട്ട് നമുക്ക് പാലിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വരും. അപ്പോൾ ഞാൻ വളരെ കുറച്ചായതുകൊണ്ടാണ് റവ എടുത്ത ഗ്ലാസ്സിനെയും കാട്ടി അല്പം വലിയൊരു ഗ്ലാസ്സിലാണ് പാലെടുത്തിരിക്കുന്നത്. ഇനി ഈ പാലിൽ കിടന്ന് നമ്മുടെ റവ കുറുകണം. ഈ സമയത്ത് നമുക്ക് വേണ്ട ഫ്ലേവർ കളറൊക്കെ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. കളർ ഇപ്പോൾ ചേർക്കാത്തത്, കുങ്കുമപ്പൂവ് ഇപ്പോൾ ചേർക്കാത്തത് വല്ലാതെ നല്ലൊരു ഭയങ്കര കളറാവാതിരിക്കുക, ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് നല്ല കളർ കിട്ടണമെങ്കിൽ ആ സമയത്ത് ചേർക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പിടണം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോഴാണ് കുങ്കുമപ്പൂവ് ഇട്ട് വെച്ചിരിക്കുന്നത്, ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പാലിലൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും ഡാർക്കായിട്ട് ഉള്ളൊരു യെല്ലോ ആണ് കിട്ടുക. ഇനി ഈ സമയത്ത് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനൊരു 3/4 ബൗള് പഞ്ചസാരയാണ്. ഇതിപ്പോൾ ഒരു മധുരമുള്ള ഐറ്റമാണല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര അത്യാവശ്യം മധുരമുള്ള ഐറ്റം ആയതുകൊണ്ട് നമ്മളൊരു 3/4 ബൗളാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഇതിൽ കിടന്നിട്ട് നല്ലതുപോലെ മെൽറ്റായി വരണം. ആ പഞ്ചസാര മെൽറ്റാവുമ്പോൾ നമ്മുടെ ഈ റവയും നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇങ്ങനെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോണ ടൈപ്പിലുള്ള കേസരി നമുക്ക് തയ്യാറാവും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല, അധികം സമയവും ആവശ്യമില്ല, അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ റവയൊക്കെ ഒന്ന് നന്നായി കുറുകി ഈ പാകമായി വന്നപ്പോൾ നമ്മളൊരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഇത് മാറ്റി വയ്ക്കുന്ന ആ പാത്രം, അപ്പോൾ ആദ്യമേ നമ്മൾ നെയ്യൊക്കെ സെറ്റാക്കി പാത്രത്തിൽ തുടച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മളിത് ഈ പരുവത്തിൽ നമുക്ക് ആ പാത്രത്തിലേക്ക് ഒന്ന് കോരിയിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുത്ത് നമുക്ക് ഇത് തണുത്ത് വരുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നട്ട്സൊക്കെ ചേർക്കണവർക്ക് ചേർക്കാം. നമ്മളിലിപ്പോൾ ആ വക ഐറ്റംസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കാത്തതാണ്. ഈ ടൈമിൽ നമുക്ക് നട്ട്സൊക്കെ ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേസരി ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ ചെറിയൊരു ഗ്ലാസ് റവയ്ക്ക് എനിക്കിതേ ഒരു ഫുൾ ബൗളും പിന്നെ ഒരു 3/4 ഭാഗത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. പിന്നെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം.
പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും.